ഹായ്, എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. കല്യാണ മണ്ഡപത്തിൽ വെച്ച് ശാലിനിയുടെ താലി പൊട്ടിക്കാൻ ശ്രമിച്ചതിന് രാഘവൻ നായർ തന്നെ വഴക്ക് പറഞ്ഞതോടുകൂടി സുസ്മിതയ്ക്ക് മനസ്സിലാവുകയാണ് ശാലിനി എന്തായാലും സത്യഭാമ മരുമകളായി അംഗീകരിക്കുമെന്നുള്ളത്. അന്നേരം മണ്ഡപത്തിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടുകയാണ് സുസ്മിത. സുസ്മിത സ്വന്തം വണ്ടിയിൽ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്താണ് തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെടുന്നത്. തൊട്ടു പിന്നാലെ അച്ഛനും അമ്മയും പോകുന്നുണ്ട്. എന്നാൽ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു പോകുന്ന സുസ്മിത വഴിയരികിൽ വണ്ടി നിർത്തിയ ശേഷം വിഷം കഴിക്കുകയാണ്. സുസ്മിതയെ പുറകെ പിന്തുടർന്ന സരള സുസ്മിതയുടെ അച്ഛനോട് പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട്, മോൾ എന്തോ സാഹസം കാണിക്കുമെന്ന് എനിക്ക് തീർച്ചയാണെന്ന്. ആ സമയത്ത് തന്നെ സുസ്മിതയുടെ വണ്ടി റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്നതും കുറേ ആളുകൾ കൂടി നിൽക്കുന്നതുമൊക്കെ സുസ്മിതയുടെ അച്ഛനും അമ്മയും കാണുകയാണ്. പെട്ടെന്ന് അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങി സുസ്മിതയുടെ വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിഷം കഴിച്ച് ബോധമില്ലാതെ വായിൽ നിന്നും നുരയും പതയുമൊക്കെ ആയിട്ട് കിടക്കുന്ന സുസ്മിതയാണ് കാണുന്നത്. അയ്യോ എൻ്റെ മോളെ എന്നൊക്കെ സരള കരയുന്നുണ്ട്. പിന്നീട് അവർ സുസ്മിതയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. പിന്നീട് ഈ വിവരങ്ങളൊക്കെ സത്യഭാമ അറിയുകയാണ്. വിവരങ്ങളൊക്കെ അറിഞ്ഞ സത്യഭാമ വിഷ്ണുവിനോട് ദേഷ്യപ്പെടുകയാണ്. വിഷ്ണുവിനെ കല്യാണം കഴിക്കാത്തതിൽ വിഷമിച്ച് സുസ്മിത ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്നും നീ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവനാണ് ഈ ഭൂമിയിൽ നിന്നും പറന്നു പോകാൻ പോകുന്നതെന്നും ഒക്കെ പറഞ്ഞ് വിഷ്ണുവിനോട് ദേഷ്യപ്പെടുകയാണ് സത്യഭാമ. ഈ കഥകളൊക്കെ കേട്ട് ഞെട്ടുകയാണ് ശാലിനി. എന്നിട്ട് ശാലിനി വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, കതിർ മണ്ഡപത്തിൽ നിങ്ങളെ കാത്ത് ഒരു പെൺകുട്ടി ഇരിക്കുന്നു എന്നുള്ള വിവരം നിങ്ങൾക്കെന്നോട് പറയാമായിരുന്നില്ലേ എന്ന് ശാലിനി വിഷ്ണുവിനോട് ചോദിക്കുകയാണ്. അതിനുശേഷം റൂമിലേക്ക് വന്ന വിഷ്ണുവിനോട് പറയുകയാണ്, ഒരു ദാമ്പത്യ ബന്ധവും നമ്മുടെ ഈ കുടുംബജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന്. തുടർന്ന് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സുസ്മിതയാണ്. ഇത്രയുമാണ് കമ്മിങ് സൂൺ പ്രൊമോയിലെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.